ഹായ് ഗെയ്സ്, ടെക് ട്രാവൽ മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ ഒരു TV കൊണ്ട് ഒരു കിളിക്കോട് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കംപ്ലൈൻ്റ് ആയ ഒരു പഴയ CRT TV ആണ് നമ്മൾ ഇതിനാവശ്യമായി എടുത്തിരിക്കുന്നത്. പിച്ച് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അഴിച്ചെടുക്കണം. അപ്പോൾ ഇനി മറിച്ചിട്ടിട്ട് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് അഴിച്ചെടുക്കാം. ശരിക്കും ഈ CRT TV തുറക്കുമ്പോൾ ഇതിൻ്റെ ബോഡിയിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് പിടിക്കണം. ഇത് പിച്ച് ട്യൂബിൻ്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ, ബോഡിക്കൊന്നും അത്ര ബലമില്ല. ഇതിൽ പിച്ച് ട്യൂബ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ നേരത്തെ അഴിച്ച് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നണം, ഒന്നും ഇതിനകത്തില്ല. എന്നിട്ട് തന്നെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിച്ച് ട്യൂബിൻ്റെ മാത്രമാണ് ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നത്. നാല് സ്ക്രൂകളിലായിട്ടാണ് ഈ പിച്ച് ട്യൂബ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 സ്ക്രൂ അഴിച്ചാൽ മാത്രമുള്ള പിച്ച് ട്യൂബ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിലെ മറ്റുപകരണങ്ങളൊക്കെ നേരത്തെ അഴിച്ചു മാറ്റിയതായതുകൊണ്ട് നമുക്കധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് കവറിൽ നമുക്ക് വേണ്ടാത്ത വശങ്ങളൊക്കെ നമുക്ക് മുറിച്ച് കളയാം. അപ്പോൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഗ്ലാസും മൈക്കയൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വരഞ്ഞതിന് ശേഷം നമുക്ക് കുടിച്ച് കളയാവുന്നതേ ഉള്ളൂ. ഇനി ഈ 2 ഭാഗങ്ങളും തമ്മിലൊന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ 4 വശവും മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ തരികളൊക്കെ കണ്ണിലോട്ട് തെറിച്ചു വീഴാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സേഫ്റ്റി വളരെയധികം നോക്കി വേണം ചെയ്യാൻ. ഇതുപോലെ കട്ടാകാത്ത വശങ്ങളൊക്കെ ഒന്ന് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. 4 അടി വീതിയുള്ള നെറ്റാണ് നമ്മൾ ഇതിനാവശ്യമായി മേടിച്ചിരിക്കുന്നത്. 1 മീറ്ററാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മീറ്ററിൻ്റെ വില വരുന്നത് 240 രൂപയാണ്. ഇനി TVയുടെ മുൻവശത്ത് നെറ്റ് വെക്കാനുള്ള അളവ് നമുക്കൊന്ന് എടുക്കാം. എന്നിട്ട് അതിനാവശ്യമായ രീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വയർ കട്ടർ ഉപയോഗിച്ചാണെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പിന്നെ മെഷീൻ ഉള്ളതുകൊണ്ട് നമ്മൾ മെഷീൻ കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ എല്ലാ വശങ്ങളിലും നെട്ടും ബോൾട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെട്ടും ബോൾട്ട് ഇട്ട് വാഷർ ഇടുന്നുണ്ട്. അപ്പോൾ പുറകുവശത്ത് നെറ്റിൻ്റെ ഭാഗത്തായിട്ട് വാഷർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലാത്തവരാണെങ്കിലും ഇത് നമുക്ക് കമ്പിയോ ആണിയോ എന്തെങ്കിലും ചൂടാക്കി ഹോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഇത് പഴയതുപോലെ തന്നെ ഒന്ന് സ്ക്രൂ ചെയ്ത് വെക്കാം. അടിഭാഗം കറക്റ്റ് സ്ക്വയർ അല്ലാത്തത് കൊണ്ട് നമുക്ക് നെറ്റ് അതുമേ വെച്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ടി വിയുടെ പുറകുവശത്തെ ഒരു ചെറിയ ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. അപ്പോൾ അതിനാവശ്യമായ നെറ്റ് കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്വയർ കാണുന്നത് അതിനുള്ള നെറ്റാണ്. കട്ട് ചെയ്ത് കളയാനുള്ളത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾട്ട് ചെയ്യാൻ ആവശ്യമായ ഹോളുകൾ ഇട്ടെടുക്കാം. മുൻപ് ചെയ്തതുപോലെ തന്നെ വാഷറും നെട്ടും ബോൾട്ടും ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. താഴത്ത് നെറ്റിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ PVC ബോർഡിൻ്റെ കഷ്ണമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് താഴത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നതും നെട്ടും ബോൾട്ട് ഇടുന്നതും. അപ്പോൾ നമുക്കത് ആവശ്യമായ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് അത് ഫുള്ള് നെട്ടും ബോൾട്ടിട്ട് മുറുക്കിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഡോറാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി അപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കത്തി ചൂടാക്കി ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലൂടെ ആക്സോ ബ്ലേഡ് ഇട്ട് ഫുള്ള് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മെഷീൻ കൊണ്ട് കട്ട് ചെയ്താൽ ചിലപ്പോൾ വലുതായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ആക്സോ ബ്ലേഡ് ഇട്ട് തന്നെ കട്ട് ചെയ്യുന്നത്. ഇനി വിജാഗിരിയും ലോക്ക് സെറ്റപ്പും ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് നമ്മൾ 3/4 ഇഞ്ചിൻ്റെയും 1/2 ഇഞ്ചിൻ്റെയും ഡ്രൈവാൾ സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്ക്രൂ എല്ലാം പുറത്തോട്ട് ചാടി നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ PVC ബോർഡിൻ്റെ കഷ്ണം ഉപയോഗിച്ച് നമ്മളത് സ്ക്രൂ ചെയ്ത് വെക്കുന്നതാണ്. ഈ മാർക്കിങ് നമുക്ക് ഡ്രൈവാൾ സ്ക്രൂ ഉപയോഗിച്ച് തന്നെ ഒന്ന് ഹോളാക്കി എടുക്കാം. ഡോറിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. കൂടിൻ്റെ പുറത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇൻറ്റീരിയൽ പരിപാടികൾ കൂടി ഉണ്ട്. ഇനി നമുക്കൊരു കിളിക്കൂട്ടിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇതിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും ആ ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. കിളികൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ബോട്ടിലാണിത്.
കൂടിനകത്തോട്ടൊന്ന് ചെന്ന് നോക്കാം. അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇരിക്കാൻ ഭാഗത്തിന് ഒരു പേരക്കമ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തീറ്റ ഇട്ട് കൊടുക്കാനുള്ളൊരു ചെറിയ ബോട്ടിലും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് അതുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ കൂടും. തണുപ്പുള്ള സമയങ്ങളിൽ ഫിലമെൻ്റ് ബൾബ് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഹോൾഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചാനൽ തുടങ്ങുന്ന മുമ്പ് ഉണ്ടാക്കിയൊരു കൂടാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ മാത്രമായിട്ട് ഇട്ടിട്ടുള്ളൂ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്.